ഈ സീസണിലെ IPL ആരാധകരെ ഏറ്റവും അധികം നിരാശപ്പെടുത്തിയിട്ടുള്ള 2 ടീമുകളാണ് 5 പ്രാവശ്യം ചാമ്പ്യന്മാരായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സും അതുപോലെ പ്രഥമ സീസണിലെ വിജയികളായിട്ടുള്ള രാജസ്ഥാൻ റോയൽസും. CSK ഇപ്രാവശ്യം ടൂർണമെന്റിൽ നിന്നും ആദ്യം തന്നെ പുറത്തായ ടീം എന്ന നാണക്കേട് കുറിച്ചു. അതിന് തൊട്ടു പിന്നാലെ റോയൽസും ഒപ്പം ചേരുകയായിരുന്നു. റോയൽസിന്റെ കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡുമായി നായകൻ സഞ്ജു സാംസൺ അത്ര നല്ല രസത്തിലല്ല എന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിക്കുന്നുണ്ട്. അതിനാൽ ഈ സീസൺ കഴിഞ്ഞാൽ ടീം വിട്ടേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളും വളരെ ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത്. CSK അടക്കമുള്ള ടീമുകളുമായി ചേർത്ത് അദ്ദേഹത്തിന്റെ പേരിൽ വലിയ രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. CSKയിലേക്ക് സഞ്ജു കൂടുമാറാനുള്ള സാധ്യതകൾ പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കുകയുമില്ല. അതിനുള്ള പ്രധാന കാരണം ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ MS ധോണി വിരമിക്കാനിരിക്കെ മികച്ചൊരു പകരക്കാരനെ തിരയുന്ന CSKയ്ക്ക് ഏറ്റവും അനുയോജ്യനായ ഒരു താരം കൂടിയാണ് സഞ്ജു. ടീമിന്റെ നായക സ്ഥാനം സഞ്ജുവിനെ തേടി എത്തിയേക്കുമെന്നതും ഒരു സംശയവുമില്ല. അദ്ദേഹം സ്വന്തമായാൽ ധോണിക്ക് ധൈര്യമായി തന്നെ വിരമിക്കാനും കഴിയും. വിരമിച്ചാൽ അദ്ദേഹം മുഖ്യ കോച്ചായി മാറാനുള്ള സാധ്യതയും കൂടുതൽ നിലനിൽക്കുന്നുണ്ട്. ധോണിയും സഞ്ജുവും ചേർന്നുള്ള കോംബോ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിലും ആർക്കും സംശയമില്ല. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടോപ്പ് 3യിലേക്ക് വരികയാണെങ്കിൽ ഓപ്പണിംഗിൽ ഉണ്ടാവുക സഞ്ജു സാംസണും കൗമാര ബാറ്ററായിട്ടുള്ള ആയുഷുമായിരിക്കും. ഈ സീസണിലെ IPLിലെ കണ്ടെത്തലുകളിൽ ഒരാൾ കൂടിയാണ് മുംബൈയിൽ നിന്നുള്ള 17-കാരനായിട്ടുള്ള ആയുഷ്. കന്നി സീസണിൽ തന്നെ അഗ്രസീവ് ഇന്നിംഗ്സുകളിലൂടെ തന്റെ സാന്നിധ്യം അറിയിക്കുകയും താരം ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യവും ഈ വലങ്കയൻ ബാറ്ററെ ചെന്നൈ നിലനിർത്തുമെന്നതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. താരത്തിനൊപ്പം സഞ്ജു കൂടി ചേരുകയാണെങ്കിൽ അത് CSKയുടെ കിടിലൻ ഓപ്പണിംഗ് ജോഡി കൂടിയായി തീരുകയും ചെയ്യും. ടീമിന്റെ ഓപ്പണറും വിക്കറ്റ് കീപ്പറും മാത്രമല്ല, നേരെ മറിച്ച് ക്യാപ്റ്റനും സഞ്ജു തന്നെയായിരിക്കും. ഇവർക്ക് ശേഷം 3-ാം നമ്പറിൽ കളിക്കുന്നത് ഋതുരാജ് ആയിരിക്കും. സഞ്ജുവിന്റെ വരവോടെ അടുത്ത സീസണിൽ നായകസ്ഥാനം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കേണ്ടതായി വരികയും ചെയ്യും. പക്ഷെ ബാറ്റർ എന്ന നിലയിൽ ഋതുരാജിന് തീർച്ചയായിട്ടും CSKയ്ക്ക് വളരെയധികം ആവശ്യമാണ്. ഋതുരാജ് കഴിയുകയാണെങ്കിൽ 4-5 സ്ഥാനങ്ങളിൽ വെടിക്കെട്ട് താരം ശിവൻ ദുബെയും അതുപോലെ ട്രെബിസ് എന്നിവരുമായിരിക്കും നിലനിൽക്കുക. മധ്യ ഓവറുകളിൽ സ്പിന്നർമാരുടെ അന്തകനായി മാറാൻ ശേഷിയുള്ള താരം കൂടിയാണ് ദുബെ. അദ്ദേഹത്തിന് ഏറ്റവും അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷനും ഇത് തന്നെയായിരിക്കും. ബ്രേവ്സ് ആവട്ടെ സീസണിൽ പകരക്കാരനായി ടീമിലേക്ക് വന്ന താരം കൂടിയാണ്. ചുരുക്കം മത്സരങ്ങൾ കൊണ്ട് തന്നെ ഇമ്പാക്ട് ഉണ്ടാക്കാനും താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സീസണിൽ CSKയിലെ സ്ഥിരം സാന്നിധ്യമായി മാറാൻ താരത്തിന് ഒരുപക്ഷെ കഴിഞ്ഞേക്കാം. 6-ാമനായി പുതിയൊരു വിദേശ ഓൾറൗണ്ടർ ആയിരിക്കും ചെന്നൈ ടീമിലേക്ക് എത്തുക. സ്റ്റോയിനിസ്, ലിവിങ്സ്റ്റൺ, ഗ്ലെൻ ഫിലിപ്സ് എന്നിവരിൽ ഒരാളെ അടുത്ത ലേലത്തിൽ CSK ഒരുപക്ഷെ വാങ്ങിയേക്കാം. 7-ാമനായി കളിക്കുക ഇംഗ്ലണ്ടിന്റെ ബൗളിംഗ് ഓൾറൗണ്ടർ സാം കാറൻ ആയിരിക്കും. ബാറ്റിംഗിനൊപ്പം തന്നെ ബൗളിംഗിനും ടീമിന് ഗുണം ചെയ്യുന്ന താരമാണ് അദ്ദേഹം. വിരമിച്ചില്ലെങ്കിൽ 8-ാം റൗണ്ടിൽ വെറ്ററൽ ഓൾറൗണ്ടർ ആയിരിക്കും നിലനിൽക്കുക. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സ്പിൻ ആക്രമണത്തിന്റെ ചുക്കാൻ അഫ്ഗാനിസ്ഥാൻ യുവതാരമായിട്ടുള്ള നൂർ അഹമ്മദിനായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷം 2 പേസർമാരുള്ളത് ഒരാൾ ശ്രീലങ്കയുടെ മദീഷ പതിരാനായിരിക്കും. കൂടാതെ ലേലത്തിൽ T നടരാജനെ ഇന്ത്യൻ പേസറായി CSK വാങ്ങുവാനും സാധ്യതയുണ്ട്.